ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീയിലും സർക്കാർ മെഡിക്കൽ കോളേജിലും സീഡിറ്റിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. SSLC ആണ് കുറഞ്ഞ യോഗ്യത വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കുടുംബശ്രീയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കുടുംബശ്രീ മിഷനും കേരള നോളജ് എക്കണോമി മിഷനും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ KDISCിലെ കുടുംബശ്രീ മിഷനിലെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്കാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കരാർ നിയമനമാണ്. നിലവിൽ തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലായി 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഒരു വർഷത്തേക്ക് കുടുംബശ്രീ മിഷനിൽ ഈ തസ്തികയിൽ വരുന്ന ഒഴിവുകളിലേക്ക് വിജ്ഞാനപ്രകാരമുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ്. നിയമന രീതി വരുന്നത് കരാർ നിയമനമാണ്. നിയമന തീയതി മുതൽ 31/3/2026 വരെയാണ്. പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ പുതുക്കി നൽകുന്നത് പരിഗണിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് MBA അല്ലെങ്കിൽ MSW ആണ്. പ്രായപരിധി 31/5/2025 40 വയസ്സിൽ കൂടാൻ പാടില്ല. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളിൽ മിഡിൽ മാനേജ്മെൻറ്റ് തലത്തിലുള്ള 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം മാനേജ്മെൻറ്റ് പരിചയവും സമയപരിധിക്കുള്ളിൽ പ്രോജക്റ്റ് പൂർത്തീകരണത്തിനുള്ള കഴിവും ഉണ്ടായിരിക്കണം. ക്ലയൻറ്റ് മാനേജ്മെൻറ്റിലും കോർഡിനേഷനിലും പരിചയം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ഭാഷ അനായാസേന കൈകാര്യം ചെയ്യാൻ സാധിക്കണം. പ്രതിമാസ വേതനം 40,000 രൂപയാണ് ലഭിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷാർത്ഥികൾ 500 രൂപ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടതാണ്. നിയമന പ്രക്രിയ വരുന്നത് ഉദ്യോഗാർത്ഥികളുടെ ബയോഡേറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ അഭിമുഖത്തിന് വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും. ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്ത് പരീക്ഷയും ഇൻ്റർവ്യൂമോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇൻ്റർവ്യൂമോ ഏതാണോ അനുയോജ്യമായത് ആ രീതിയിലാണ് നിയമന പ്രക്രിയ നടത്തുന്നത്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 25/6/2025 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് സീഡിറ്റിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി സീഡിറ്റിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി ഡിവിഷനിലെ ലേബൽ പ്രിൻറ്റിംഗ് പ്രോജക്റ്റുകളിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഇൻസ്പെക്ഷൻ പാക്കിംഗ് അസിസ്റ്റൻറ്റ് സ്റ്റാഫുകളുടെ ഒഴിവ് വന്നിട്ടുണ്ട്. പ്രിൻറ്റിംഗ് ഇൻസ്പെക്ഷൻ പാക്കിംഗ് അസിസ്റ്റൻറ്റ് സ്റ്റാഫ് തസ്തികകളിലേക്ക് 10 ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രതിദിനം 675 രൂപ, ദിവസവേതന നിരക്കിൽ 179 ദിവസം വരെയാണ് നിയമനം. പ്രായപരിധി 24/6/2024 50 വയസ്സിൽ കൂടാൻ പാടില്ല. മിനിമം യോഗ്യത SSLC ആണ്, അല്ലെങ്കിൽ ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു പ്രിൻറ്റിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കണം. പകൽ രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ടതാണ്. സീഡിറ്റിൻ്റെ തിരുവനന്തപുരം തിരുവല്ലം മെയിൻ ക്യാമ്പസിൽ വെച്ച് 25/6/2025 രാവിലെ 11 മണി മുതൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. മേൽ പറഞ്ഞ ഏതെങ്കിലും യോഗ്യതയും ജോലി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊല്ലത്ത് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ ഭാഗമായി പേയിങ് ഫാർമസി ആരംഭിക്കുന്നതിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസി മാനേജറിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒഴിവാണ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്. കൂടാതെ കേരള സ്റ്റേറ്റ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സ്റ്റോർ സൂപ്രണ്ട് തസ്തികയിൽ 10 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 മുതൽ 50 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 25,000 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ, യോഗ്യത തെളിയിക്കുന്ന ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം hdsgmch@gmail.com എന്ന വിലാസത്തിൽ ഇമെയിൽ മുഖേന സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 25/6/2025 വൈകിട്ട് 5 മണി വരെയാണ്.
നിശ്ചിത സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഇൻ്റർവ്യൂ തീയതി കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപേക്ഷകർ അഭിമുഖത്തിന് ഹാജരാകുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അതിൻ്റെ പകർപ്പുകളും സഹിതം കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ ഹാജരാവണം. അപ്പോൾ ഈ ഒരു 3 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.